ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ വൻ പൊട്ടിത്തെറി. RJDയും കോൺഗ്രസും നേർക്കുനേർ രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാണ് RJD വെല്ലുവിളി നടത്തിയത്. 8 മണ്ഡലങ്ങളിൽ ഇരു പാർട്ടികളും നേർക്കുനേർ മത്സരിക്കും. അതിനിടെ ഇന്ത്യ സഖ്യം വിട്ട JMM 6 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനിച്ചു. ഇന്ത്യ സഖ്യത്തിൽ അടിപൊട്ടുമ്പോൾ NDAയ്ക്ക് ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ബീഹാറിനെ ഇളക്കിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും രൂക്ഷമാവുകയാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും ഇപ്പോൾ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 8 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസും RJDയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കൃത്യമായി നടത്താനാകാതെ പ്രചാരണ രംഗത്തേക്ക് കൃത്യമായി ശ്രദ്ധ നൽകാനാകാത്ത അവസ്ഥയിലാണ് നിലവിൽ ഇന്ത്യ മുന്നണിയുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം RJD നേതാക്കളുടെ മുതിർന്ന നേതാക്കളുടെ കർശന നിലപാടാണ്. അതായത് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ സാധിക്കില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് മുന്നണി യോഗത്തിൽ RJDയുടെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 2020 അത്രയും മോശം പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. 70-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. അതുകൊണ്ട് ഇത്തവണ 50-ൽ താഴെ സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നൽകാൻ സാധിക്കൂ എന്നുള്ളതാണ് RJD നേതാക്കൾ വ്യക്തമാക്കിയത്. ഇടതു മുന്നണികളും ഇടതു പാർട്ടികളും CPI ML ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. ആ തർക്കം വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തെ ബാധിക്കുന്നു. തേജസ്വി യാദവും RJDയും വലിയ രീതിയിലുള്ള ശ്രമം മുൻപോട്ട് വരാൻ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും NDA ക്യാമ്പ് വളരെ ശക്തമായിക്കൊണ്ട് നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. BJP മത്സരിക്കുന്ന 101 സീറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ BJPയുടെ താരപ്രചാരകർ അടുത്ത ദിവസങ്ങളിലായി ബീഹാറിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രിക്ക് 12 റാലികളാണ് ബീഹാറിലുള്ളത്. ഈ മാസം 23, 28, നവംബർ 1, 2 തുടങ്ങിയിട്ടുള്ള തീയതികളിലായി പട്നയിലും ഗയയിലുമെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ ഉണ്ടാകും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ ബീഹാറിൽ പ്രചാരണത്തിനെത്തും. അത്തരത്തിൽ പ്രചാരണ രംഗം ചൂടുപിടിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ബീഹാറിൽ പ്രചാരണം ആരംഭിച്ചിരുന്നു. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ബീഹാറിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് BJP നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ്. 2020-ൽ 75 സീറ്റുകൾ നേടിക്കൊണ്ട് RJD ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിൽ അവിടെ നിന്ന് 74 സീറ്റുകൾ നേടി. ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയും NDAയ്ക്കുള്ളിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനും BJPക്ക് സാധിച്ചു. ജനതാദൾ രാഷ്ട്രീയത്തിൻ്റെയും ജാതി സമവാക്യങ്ങളുടെയും എല്ലാം തന്നെ അപ്പുറത്തേക്ക് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബീഹാറിൽ രാഷ്ട്രീയ മാറ്റം സാധ്യമാണ് എന്നുള്ളത് BJP തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ വലിയ മത്സരം നടക്കുന്നു. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, പ്രത്യേകിച്ച് RJDയും കോൺഗ്രസും തമ്മിലുള്ള തർക്കം അവരുടെ പ്രചാരണ രംഗത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. NDA ആകട്ടെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർത്തിയാക്കിക്കൊണ്ട് പ്രചാരണം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ശരിയാണ് ബീഹാർ വലിയ രീതിയിൽ പിന്നാക്കാവസ്ഥയിലുള്ള സംസ്ഥാനമായിരുന്നു. അതിൻ്റെ കാരണക്കാർ RJDയും കാലങ്ങളോളം ദേശം ഭരിച്ച കോൺഗ്രസുമാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ബീഹാർ വികസനത്തിൻ്റെ പാതയിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുമാണ് NDAയുടെ പ്രചാരണം പുരോഗമിക്കുന്നത്.